ഹലോ ഫ്രണ്ട്സ്, നമ്മളിന്ന് ഇവിടെ ഉണ്ടാക്കുന്നത് വൈറ്റ് സോസ് പാസ്തയാണ്. അതിലേക്ക് നമ്മൾ പാസ്ത 400 ഗ്രാം പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഒരു പാൻ എടുക്കുക, അതിലേക്ക് ഒരു സ്പൂണ് ഓയിലും ഒരു 2 സ്പൂണോളം ബട്ടറും നമ്മൾ അതിലേക്ക് ഇട്ടിട്ട് ഓയിൽ ആദ്യം ഒഴിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ബട്ടർ കരിഞ്ഞു പോവാതിരിക്കാനാണ്. അങ്ങനെ ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. ബട്ടർ മെൽറ്റ് ആയതിനു ശേഷം നമ്മൾ ഒരു 4 അല്ലി വെളുത്തുള്ളി ചെറുതാക്കി ചോപ്പ് ചെയ്ത് വെച്ചത് അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് അതിലേക്ക് നമുക്ക് ഇഷ്ടമുള്ള പച്ചക്കറികൾ ആഡ് ചെയ്യാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ക്യാരറ്റും കൂടിയാണ് ഉള്ളത്. ക്യാപ്സിക്കം ഉള്ളവർക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ ഒരു ക്യാരറ്റ് ഒരു 1/4 ഭാഗത്തോളം ഒരു ക്യാരറ്റിൻ്റെ ഞാൻ എടുത്തിട്ടുണ്ട്, ചെറുതാക്കി അരിഞ്ഞതാണ്. അതും നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇതും ഒന്ന് സോട്ട് ചെയ്തെടുക്കണം. ഒരുപാട് വഴണ്ട് പോകുന്നു വേണ്ട, നമുക്കൊരു ഹാഫ് വേവ് ആയി കിട്ടിയാൽ മതി. നല്ലൊരു സ്മെല്ല് വരും നമ്മൾ ഈ ബട്ടറിലേക്ക് ഈ ഗാർലിക് ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്തെടുക്കുമ്പം. പിന്നീട് നമുക്ക് ഇതിലേക്ക് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാനുണ്ട്. ഇത് സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് കേട്ടോ. ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂണോളം കുരുമുളക്, 1 ടീസ്പൂണ് ഒറിഗാനോ, പിന്നെ നമുക്ക് 1 ടീസ്പൂൺ പിന്നെ ചില്ലി ഫ്ലേക്സും കൂടി ഞാനിതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഉപ്പിടണം നമുക്ക്. പിന്നെ നമ്മൾ നേരത്തെ പാസ്ത പുഴുങ്ങിയെടുത്തപ്പോഴും അതിൽ നമ്മൾ 4 ടീസ്പൂണ് ഉപ്പിട്ടതാണ്. അപ്പോൾ 4 ലിറ്റർ വെള്ളത്തിൽ വേണം നമ്മളത് പുഴുങ്ങിയെടുക്കാൻ. ഇപ്പം ഞാൻ അല്പം ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ അത് കുറച്ചൊരു വലിയൊരു പാൻ എടുത്തിട്ട് അതിൽ ഇതുപോലെ ആദ്യം ചെയ്ത പോലെ തന്നെ ഒരു ടീസ്പൂൺ ഓയിൽ ഒഴിക്കുക. എന്നിട്ട് വേണം അതിലേക്ക് ബട്ടർ ഇടാൻ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് ബട്ടർ കരിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ 1 ടീസ്പൂണ് ഓയിൽ ചേർക്കുന്നത്. സൺഫ്ലവർ ഓയിലാണ് ഞാനിവിടെ ചേർക്കുന്നത്. എന്നിട്ട് ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ വെയിറ്റ് ചെയ്യുക. സിമ്മിലിട്ടിട്ട് വേണം നമ്മളിത് മെൽറ്റാക്കി എടുക്കാനായിട്ട്. എന്നിട്ട് ഇതിലേക്ക് നമ്മളിപ്പോൾ ഇത് ക്രീം ഉണ്ടാക്കാനാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്കൊരു 4 ടീസ്പൂണ് നിറയെ മൈദപ്പൊടി ഇടുക. പിന്നെ എന്നിട്ട് നമ്മൾ കുറച്ചൊന്ന് പെട്ടെന്ന് ഇളക്കിയെടുക്കണം. അല്ലാഞ്ഞാൽ മൈദ കട്ട കുത്തി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് നന്നായിട്ട് നമ്മൾ ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ബട്ടർ കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ബട്ടർ ആഡ് ചെയ്യാം. ബട്ടർ കുറവായി പോയാൽ നമുക്ക് ഈ മൈദയുടെ പച്ചച്ചുവ വരും. പിന്നെ ഇത് നമ്മൾ ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണല്ലോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ചൊന്ന് അരിഞ്ഞ് നിൽക്കണം, ലൂസായിട്ട് വേണം ഇതിൻ്റെ ഈ ഒരു കൺസിസ്റ്റൻസി നിൽക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പാലാണ് ആഡ് ചെയ്യേണ്ടത്. ഞാനിവിടെ ലോങ് ലൈഫ് പാലാണ്, ഫുൾ ഫാറ്റ് ലോങ് ലൈഫ് പാലാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ ഏത് പാലാണ് കിട്ടുന്നത് വെച്ചാൽ അത് യൂസ് ചെയ്യാം. നമ്മളിപ്പോൾ ക്രീം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇനി ഒന്ന് വഴറ്റിയെടുക്കണം. എന്താ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഈ മൈദപ്പൊടിയുടെ പച്ചച്ചുവ മാറാനായിട്ട് നമ്മൾ കുറച്ചധികം വഴറ്റിയെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് ഞാൻ പറഞ്ഞില്ലേ ലോങ് ലൈഫ് പാലാണ് ഞാനിവിടെ എടുക്കുന്നതെന്ന്, അതെടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ തന്നെ നമുക്കിതിങ്ങനെ ഒരു ക്രീം കൺസിസ്റ്റൻസി ആയിട്ട് വരുന്നതാണ്. പിന്നെ നമുക്ക് നോക്കിയിട്ട് നമുക്ക് എത്രയാണോ ആവശ്യമുള്ളത് ക്രീം ആവശ്യമുള്ളത് വെച്ചാൽ അതിനനുസരിച്ചിട്ട് നമുക്കിതിലേക്ക് പാല് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ പാൽ ആഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇത് ക്രീം കട്ടിയായിക്കൊണ്ടേയിരിക്കും. നമുക്ക് വേണ്ട ക്വാണ്ടിറ്റിയിൽ അത് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് വീണ്ടും നമ്മൾ നേരത്തെ ചെയ്ത പോലെ ചില്ലി ഫ്ലേക്സ്, പിന്നെ കുരുമുളക് പൊടി, പിന്നീട് അതിലേക്ക് കുറച്ച് ഒറിഗാനോ, ഇതൊക്കെ ഓരോ ടീസ്പൂൺ വീതം അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇതിൻ്റെ ഒരു ചെറിയ ഒന്ന് പച്ചച്ചുവ മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ അതിലേക്ക് നമ്മൾ നേരത്തെ സോട്ട് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മൾ വെളുത്തുള്ളിയും പിന്നെ നമ്മൾ ക്യാരറ്റും കൂടി സോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് സിമ്പിളായിട്ട് ചെയ്യുന്ന റെസിപ്പിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക്
ഇനി നമ്മൾ ഇതിലേക്ക് മൊസറല്ല ചീസാണ് ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ ഏതാ ചീസ് കിട്ടുന്നത് വെച്ചാൽ ആഡ് ചെയ്യാം. ഞാനിവിടെ ടേസ്റ്റ് കൂടാൻ വേണ്ടിയിട്ടാണ് മൊസറല്ല ചീസ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ഇത് നമുക്കൊരു മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് ഇളക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത റെഡി.